വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന നഗരസഭയാണ് പാലക്കാട്. BJP ഭരണം നടത്തുന്ന നഗരസഭയിൽ ഗ്രൂപ്പിസം അതിരൂക്ഷമാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ച നഗരസഭ ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. 10 വർഷമായി BJP-യാണ് പാലക്കാട് നഗരം ഭരിക്കുന്നത്. അമൃത് പദ്ധതി വഴി വലിയ വികസനം നടപ്പിലാക്കിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ BJP-ക്കകത്തെ ഗ്രൂപ്പിസം മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. കൃഷ്ണകുമാർ വിഭാഗം ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒരു വിലയും നൽകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതാണ് കൃഷ്ണകുമാർ വിഭാഗം നിലവിൽ ആയുധമാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് BJP നേതൃത്വം. ഗ്രൂപ്പിസം എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നുമാണ് BJP സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ E. കൃഷ്ണദാസ് പറയുന്നത്. പാർട്ടിക്കകത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. വികസനം, വികസിത ഭാരതം, വികസിത കേരളം, വികസിത പാലക്കാട് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള കാലഘട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുമെന്ന് പറയുന്നത്. BJP-യിലെ ചേരിപ്പോര് നഗരസഭാ ഭരണത്തെ ബാധിച്ചെന്നും ഇത്തവണ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്നുമാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പണിതീരാത്ത കുറേ കെട്ടിടങ്ങളും പുതിയ പ്രൊജക്ടുകളും വെച്ച് പാലക്കാട് നഗരസഭയിൽ ഉദ്ഘാടനം നടത്തുകയാണ് ഈ ഇലക്ഷന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. 2 വിഭാഗങ്ങളിൽ നിന്ന് പാലക്കാട് നഗരത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രഹസനമാണ് പാലക്കാട് നഗരസഭ നടത്തുന്നത്. ആകെ 52 വാർഡുകൾ ഉള്ളതിൽ 28 എണ്ണമാണ് BJP-ക്കുള്ളത്. കോൺഗ്രസിന് 12, മുസ്ലിം ലീഗിന് 4, CPM-ന് 7, വെൽഫെയർ പാർട്ടിക്ക് 1 കൗൺസിലറുമാണ് ഉള്ളത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്നാണ് മുസ്ലിം ലീഗും CPM-ഉം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ 1 സീറ്റിൽ മാത്രം മത്സരിച്ച് വിജയിച്ച വെൽഫെയർ പാർട്ടി കൂടുതൽ സീറ്റിൽ മത്സരിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.